പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന് നമ്മളോട് അതിരറ്റ സ്നേഹമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഈ കിങ്ഡം ഓഫ് ഗോഡ്. ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും നിറയുകയാണ്. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു കൃപ സംഭവിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധ തകർച്ചകളുണ്ടെങ്കിൽ ആ മേഖല സമർപ്പിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപക്ഷെ നാളുകളായി അസ്വസ്ഥതകളും ഭാരങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ മേഖലകൾ ഓർക്കുക. മക്കളും മാതാപിതാക്കളും തമ്മിൽ ബന്ധ തകർച്ചകളുണ്ടെങ്കിൽ ഓർക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകളിലൂടെയാണെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുക. കർത്താവെ, അത്ഭുതകരമായൊരു കൃപ ഞങ്ങളിൽ വെളിപ്പെടണം, ആഗ്രഹിക്കണം. ആ ആഗ്രഹം രണ്ട് കരങ്ങളിലൂടെയും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കരങ്ങൾ ശൂന്യമാണ്. ഈ ശൂന്യമായ കരങ്ങളിൽ കർത്താവ് നിറവ് നൽകും. വിശ്വസിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അനന്തമായ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി സ്തുതിച്ചോ, ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, ആബാപിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ. കൈകളടിച്ചു പാടിക്കേ. പുതിയൊരു ഹൃദയം നൽകണമേ നാഥാ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥാ. പുതിയൊരു ഹൃദയം നൽകണമേ നാഥാ. പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥാ. ആമേൻ, ആമേൻ. നവമൊരു ചൈതന്യം ആമേൻ പകരണമേ നാഥാ. നവമൊരു ചൈതന്യം പകരണമേ നാഥാ. അടിയങ്ങൾ തന്നുള്ളിൽ എന്നും വാഴണമേ നാഥാ. സംഭവിക്കട്ടെ. അടിയങ്ങൾ തന്നുള്ളിൽ എന്നും വാഴണമേ. കൈകൾ ഉയർത്തി കൈയടിച്ചു നോക്കിയേ. ആദിമസഭയിലെ ചൈതന്യം നീ ഞങ്ങളിലേകണമേ. സംഭവിക്കട്ടെ. അനുഭവമെന്നും ഞങ്ങൾ കേൾക്കണമേ. സംഭവിക്കട്ടെ. ആദിമസഭയിലെ ചൈതന്യം നീ ഞങ്ങളിലേകണമേ. സംഭവിക്കട്ടെ. അനുഭവമെന്നും ഞങ്ങൾ കേൾക്കണമേ. ആമേൻ, ആമേൻ. ആദിമസഭയിലെ ചൈതന്യം നീ ഞങ്ങളിലേകണമേ. ആദിമസഭയിലെ പോലെ അനുഭവമെന്നും ഞങ്ങൾ കേൾക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. എല്ലാ അടഞ്ഞ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് നവീകരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു. ദൈവമേ, ഒരു അത്ഭുതകരമായ ശക്തി ഞങ്ങൾ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് സാധിക്കുമെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മക്കള്, ജീവിത പങ്കാളിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവരെയൊക്കെ വിളിക്കണേ. ഈ വചന ശുശ്രൂഷ നമ്മൾ കുടുംബമായിട്ട് പങ്കെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എന്നിട്ട് സ്വസ്ഥമായിട്ട് നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് ഈ വചനം കേൾക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക പരിശീലനം സ്വീകരിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ ബൈബിൾ തുറക്കുന്നു. നമ്മളൊരു വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് യോഹന്നാനാണ്. വിശുദ്ധ യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് ഇത്രയും കാര്യമായിട്ട് എഴുതിയിരിക്കുന്ന മറ്റൊരു
വചനവുമില്ലല്ലോ, യോഹന്നാനിലൂടെയാണ്. ദൈവം സ്നേഹമാണെന്ന് ഓർമ്മപ്പെടുത്തിയ യോഹന്നാൻ നമ്മൾ പ്രായോഗികമായി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 11-ാം തിരുവചനമാണ്. ഒന്ന് ബൈബിൾ തുറന്ന് ആ വചനം ഒന്ന് കണ്ടുപിടിച്ചേ. 11-ാം തിരുവചനം. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്, നാം പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് പറയാണ്, ആദ്യം മുതലേ നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ട്. എന്തുവാ അത്? നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ഈ കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഇല്ലല്ലോ. ഇനി ശ്രദ്ധിച്ചേ, ഈ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല, അത് എങ്ങനെയെന്ന് യോഹന്നാൻ ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ 18-ാം തിരുവചനമാണ്. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതെല്ലാവരും കേൾക്കണേ, പ്രായോഗികമാക്കേണ്ട കാര്യമാണ്. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. അപ്പം എന്താ ഈ യോഹന്നാൻ ശ്ലീഹ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ സ്നേഹബന്ധം നിലനിൽക്കണമെങ്കിൽ വെറുതെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, വാക്കിലും പ്രവൃത്തിയിലേക്ക് എത്തണമെന്ന്. പ്രവൃത്തിയില്ലാത്ത സ്നേഹം ചത്ത സ്നേഹമാണ്. നിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് വാക്കിലും പ്രവൃത്തിയിലും നമ്മളത് പ്രകടിപ്പിക്കണം. യോഹന്നാൻ ശ്ലീഹ കുഞ്ഞുമക്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മളോട് ഒത്തിരി സ്നേഹത്തോടുകൂടെ, ഒരപ്പൻ്റെ സ്നേഹത്തോടുകൂടെ പഠിപ്പിക്കുകയാണ്. വെറുതെ പറഞ്ഞാൽ പോരാ, വാക്കിലും പ്രവൃത്തിയിലും ഈ സ്നേഹം ഉണ്ടായിരിക്കണം. അടുത്തിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, വെറുതെ പറഞ്ഞാൽ പോരാ, വാക്കിലും പ്രവൃത്തിയിലും ഈ സ്നേഹം ഉണ്ടായിരിക്കണം. ഈ അടുത്ത നാളിൽ ഒരു കൗൺസിലിംഗ് കേസ്, ഒറ്റ മകളാണ്. ഈ മകള് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയം. ഇപ്പോൾ ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച്, ക്രിസ്തീയ കുടുംബമാണ്, ഈ കുടുംബത്തെക്കുറിച്ച് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛാ, എൻ്റെ ഡാഡി ബിസിനസ്സുകാരനാണ്, ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കൂടെ ഇരിക്കാനോ എന്നോട് സംസാരിക്കാനോ എന്നെ കേൾക്കാനോ എൻ്റെ ഡാഡിക്ക് സമയമില്ല. ഞാനപ്പോൾ ഈ അപ്പനെ വിളിച്ചിട്ട് സംസാരിച്ചു, നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെയൊക്കെ തെറ്റുപറ്റിയിരിക്കുന്നു, മറ്റൊരു ബന്ധത്തിൽ പെട്ടിരിക്കുന്നു, അപ്പം അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത്, ഈ സമ്പാദിച്ചു കൂട്ടുന്നത് മുഴുവൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ. അച്ഛാ, ഇതെൻ്റെ സ്നേഹമാണ് അവളോടുള്ളത്, അവൾക്കെന്താ അത് മനസ്സിലാവാത്തത്? അവൾക്കെന്താണത് മനസ്സിലാവാത്തത്? മകൾ പറയുന്നത് എന്താണ്? അപ്പൻ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അച്ഛാ, ഇതൊന്നുമല്ല സത്യത്തിൽ എനിക്ക് വേണ്ടത്. എൻ്റെ അപ്പൻ, എൻ്റെ ഡാഡി എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാനോ എന്നോടൊന്ന് സംസാരിക്കാനോ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ തയ്യാറല്ല. അതുകൊണ്ടാണ് അച്ഛാ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് പെട്ടത്. ഈ ബന്ധത്തിൽ ചെന്ന് പെട്ടതിനെ ന്യായീകരിക്കാനല്ല, മറിച്ച് നമ്മളിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. നമ്മുടെ പല കുടുംബങ്ങളിലും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കണം. ഈശോ നമ്മളെ അതല്ലേ കാണിച്ചു തന്നത്. വെറുതെ ഞാൻ സ്നേഹമാണ് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയല്ല, മറിച്ച് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈശോ നമുക്ക് മുമ്പേ കൃത്യമായി ചലിപ്പിച്ചു. ജീവിതത്തെ നമ്മൾ എങ്ങനെ നയിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ബന്ധങ്ങളെ സുഗമമായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്നേഹം. ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, പ്രകടിപ്പിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നത് രണ്ടുപേരുടെയും സ്വഭാവം ഒരേ രീതിയിലുള്ളവരാണോ? ആണോ? നിങ്ങൾ ചിന്തിക്കൂ. ഏറ്റവും നല്ല ബെസ്റ്റ് കപ്പിൾസ് എന്ന് പറയുന്നവരാരാ? രണ്ടുപേരുടെ സ്വഭാവം ഒരേപോലെയുള്ളവരാണോ? അല്ല, രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും, വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, വ്യത്യസ്ത അഭിരുചികൾ, ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത ശൈലിയായിരിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നതിലാണ് ഇവരുടെ ജീവിത വിജയം ഇരിക്കുന്നത്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്.
വ്യത്യസ്തമായ അഭിരുചികളും ജീവിത ശൈലികളുമുണ്ട്. പക്ഷേ നമ്മൾ പരസ്പരം മനസ്സിലാക്കി ജീവിതത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തുമ്പോഴാണ് ആ സ്നേഹം പരിപൂർണമായി ജീവിതത്തിൽ തിളക്കമാവുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം, അത് തയ്യാറാക്കിയിരിക്കുന്നത് ഗാരി ചാപ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ദ 5 ലവ് ലാംഗ്വേജ്. 5 സംസാരത്തിൽ വേണ്ട സ്നേഹഭാഷകളാണ് ആ ഗാരി ചാപ്മാൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഈശോ തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ 5 സ്നേഹഭാഷകളാണ്. ഈ ഭാഷകൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിത വഴികൾ നമുക്ക് വേണം. ഭാഷ എന്ന് പറയുമ്പോൾ മലയാളം, ഇംഗ്ലീഷ്, തെലുങ്കു, കന്നഡ, തമിഴ് അങ്ങനെയല്ല, മറിച്ച് ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവാൻ, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാവാൻ, മക്കൾക്ക് മനസ്സിലാവാൻ പരസ്പരം കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ. ഈ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയുടെയും സ്നേഹം അനുഭവിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടേതായ ചില ലവ് ലാംഗ്വേജ് അവർക്കുണ്ടാകും. അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതനുസരിച്ച് നമ്മൾ പെരുമാറുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഗാരി ചാപ്മാൻ എന്ന് പറയുന്ന അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പറയുന്ന 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്: വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസയും പ്രോത്സാഹന വാക്കുകളും പരസ്പരം പങ്കുവയ്ക്കുക. വാക്കുകൾ കൊണ്ട് പരസ്പരം നമ്മൾ ജീവിതത്തിൽ ആശയവിനിമയം നടത്തുക. വാക്കുകൾ കൊണ്ട് ചിലരൊത്തിരി പ്രവർത്തിക്കും, പക്ഷേ വാക്കുകൾ ഉണ്ടാവില്ല. ഒരു കുഞ്ഞ് പ്രോത്സാഹന വാക്ക് മതി. ഭാര്യയും ഭർത്താവും, മക്കള്, മാതാപിതാക്കൾ പരസ്പരം ചില പ്രോത്സാഹന വാക്കുകൾ എന്തുണ്ടാക്കും? ആ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയാറുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ സംസാര ശൈലി? പലപ്പോഴും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ സൂക്ഷിക്കണം. കഴിഞ്ഞ നാളിൽ ഒരമ്മ മകനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവൻ ജനിച്ചതിന് ശേഷം വീട്ടിൽ ഗതി പിടിച്ചിട്ടില്ല. ഈ മകൻ ഈ പറഞ്ഞ വാക്ക് തലയിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ ഗതി പിടിച്ചിട്ടില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന വീട്ടിൽ സ്വസ്ഥത കിട്ടുമോ? വായിൽ നിന്ന് വീഴുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. ഈ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സംസാരത്തിൽ സ്നേഹത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ഉണ്ടായിരിക്കുക. മറ്റൊന്ന് ഈ പുസ്തകത്തിൽ പറയുന്നത് ക്വാളിറ്റി ടൈം എന്നാണ്. ക്വാളിറ്റി ടൈം, അതായത് ഗുണമേന്മയുള്ള സമയം. നമ്മൾ കുടുംബ അംഗങ്ങളോട് ഒരുമിച്ച് ഇരിക്കുക. ഇന്ന് നമുക്കറിയാം, എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. വീട്ടിൽ തന്നെ ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാവരും മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നു, പരസ്പരം മുഖത്ത് നോക്കുന്നില്ല. ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കുടുംബ അംഗങ്ങൾ നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങളുടെ നല്ല സമയം നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്ക് സമ്മാനിക്കുക. നിങ്ങളുടെ സമയം ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കരുത്. പ്രാർത്ഥന ചെല്ലുമ്പോൾ, നിങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നിങ്ങളുടെ നല്ല സമയം പരസ്പരം പങ്കുവയ്ക്കുക. പരസ്പരം കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. ക്വാളിറ്റി ടൈം. പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം പോലെയാണ്. ഒത്തിരി അധ്വാനിക്കും, പക്ഷേ ഒന്ന് കേൾക്കാൻ, ഒന്ന് അടുത്തിരിക്കാൻ പ്രസൻസ് ഇല്ല. അത് വലിയ തെറ്റാണ്. കുടുംബങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ് ക്വാളിറ്റി ടൈം. മൂന്നാമതായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നത് റിസീവിങ് ഗിഫ്റ്റ് എന്നാണ്. റിസീവിങ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനങ്ങൾ പരസ്പരം കൈമാറുക. ഈ സമ്മാനങ്ങളെന്ന് പറയുമ്പോൾ വില പിടിച്ച സമ്മാനങ്ങളെന്നൊന്നുമല്ല, മറിച്ച് ഒരു യാത്ര പോകുമ്പോഴോ ഏതെങ്കിലും കാര്യത്തിനൊക്കെ പുറത്തു പോയിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞ് സമ്മാനം എന്തെങ്കിലും, അല്ലേ? ഒരു ചായക്കടയിൽ നിന്ന് ഒരു പരിപ്പുവട വാങ്ങിക്കൊടുക്കുന്ന പോലും ഞാൻ നിന്നെ ഓർത്തപ്പോൾ ഇത് കൊണ്ടുവന്നു, അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, എത്ര വലിയ സന്തോഷമാണ് ആ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നത്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നതാണ്.
ഈശോ ശിഷ്യരോടൊപ്പം ക്വാളിറ്റി ടൈം, ഈശോ ശിഷ്യരോടൊപ്പം സഞ്ചരിച്ചു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവരോടൊപ്പം വിശ്രമിച്ചു, അവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിത വഴികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളെ ഇതാ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റൊന്ന്, നാലാമതായിട്ട് ആ പുസ്തകം പറയുന്നത് ആക്ട് ഓഫ് സർവീസാണ്. സേവന പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒരു പ്രവൃത്തിയില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യത്തിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് അതേ ഭർത്താവെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിൻ്റെ ഭാര്യയെ നിൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ നിനക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടോ? അടുക്കളയിൽ സ്ഥിരമായിട്ട് ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്നു, നല്ല കാര്യം, പാത്രം കഴുകുന്നു, നല്ല കാര്യം. പക്ഷേ നിനക്കൊന്ന് സഹായിച്ചുകൂടെ? ആ വീടടിക്കുന്ന കാര്യത്തിൽ, വൃത്തിയാക്കുന്ന കാര്യത്തിൽ നിനക്കൊന്ന് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ പരസ്പരം ഒരു പ്രവൃത്തി വെളിപ്പെടണം. പ്രവൃത്തിയിലൂടെ, ആക്ട് ഓഫ് സർവീസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായ മനസ്കതയോടെ പെരുമാറുമ്പോൾ അത്ഭുതങ്ങളുണ്ടാവും. അതൊരു സ്നേഹഭാഷയാണ്. അഞ്ചാമതായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു ഫിസിക്കൽ ടച്ചാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവമായ സുരക്ഷിതത്തിൻ്റെയും മാന്യതയുമുള്ള സ്പർശനം. കുടുംബാംഗങ്ങളുടെ കൈക്ക് പിടിക്കുന്നത്, തോളത്ത് കൈയിടുന്നത്, ചേർത്ത് പിടിക്കുന്നത് എത്ര വലിയ അത്ഭുതങ്ങൾ ഉളവാക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ തലമുറയെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് വിഷമിക്കുന്ന മാതാപിതാക്കളെ, ഇത് നിങ്ങൾക്കുള്ള ഒരു തിരിച്ചറിവിൻ്റെ ശുശ്രൂഷയാണ്. മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മക്കൾ തോന്നിയ പോലെ നടക്കുന്നു, കൂട്ടുകാരുടെ കൂടെ മാത്രം നടക്കുന്നു, ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ, ക്വാളിറ്റി ടൈം, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, അവരെ ഒന്ന് കേൾക്കുവാൻ, അവരുടെ കൂടെ ഇരിക്കുവാൻ നമുക്ക് സമയമുണ്ട്. ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ചെയ്ത ഓരോ കാര്യങ്ങളുമാണ് ഈ 5 കാര്യങ്ങൾ. ഈശോ ഒരു രോഗിയോട് എങ്ങനെയാണ് പെരുമാറിയത്? ഈശോ ദൂരെ നിന്ന് നീ സുഖപ്പെടട്ടെ എന്നല്ല, മറിച്ച് അടുത്ത് ചെന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ച് അവൻ്റെ കൈക്ക് പിടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ടച്ചാണ്. ഈശോ വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിലൂടെയും ഈശോ കൃത്യമായി ഓരോ വ്യക്തികളുടെ മുമ്പിൽ പെരുമാറി. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കിതൊന്ന് ശ്രദ്ധിച്ചാലോ? നമ്മുടെ പല ബന്ധങ്ങളും താളം തെറ്റിയിരിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ഈ ലവ് ലാംഗ്വേജ് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അവർ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് എന്താ പറയണത്? ഞാൻ സ്നേഹിക്കുന്നു. പറച്ചിൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. കൂടെയുള്ള ആൾക്ക് എന്താണ് ഇഷ്ടം അത് തിരിച്ചറിയാൻ ഈ ശുശ്രൂഷ സമയം കർത്താവ് നിനക്ക് നിർദ്ദേശം നൽകുകയാണ്. വെറുതെ കേട്ടിരുന്നാൽ പോരാ. നമ്മുടെ വീട്ടിൽ കുടുംബാംഗങ്ങളുടെ ഇഷ്ടങ്ങൾ, അവർക്ക് എന്താണ് താല്പര്യം, ചിലപ്പോൾ ഇച്ചിരി നേരം കൂടെ ഇരിക്കുന്നതാവാം, ഒരു കുഞ്ഞ് സമ്മാനം കൊടുക്കുന്നതാവാം, സംസാരിക്കുന്നതാവാം, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതാവാം. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ ഈശോ ഈ ഭൂമിയിൽ ചെയ്തതുപോലെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു, അവരുടെ പാദം കഴുകി, ചേർത്ത് പിടിച്ചു, അങ്ങനെ തുടങ്ങി സ്നേഹം പ്രകടിപ്പിച്ച വഴികൾ നമുക്കും സ്വീകരിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ വ്യക്തിബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടുകുത്തി ആരാധനയിൽ പങ്കുചേരാം. ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഈ സ്നേഹഭാഷ വളർത്തിയെടുക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആമേൻ. ആരാധന യേശുവേ, ആരാധന ആരാധന. ആരാധന യേശുവേ, ആരാധന ആരാധന കർത്താവേ, ആരാധന ആരാധന. ആരാധന
കരങ്ങൾ കൂപ്പി പരിശുദ്ധാൽത്താരയിലുള്ള ഈശോയെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലുമൊക്കെ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടുന്നത് സ്നേഹത്തോട് ചേർന്നാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട് അതവർക്ക് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചിട്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ മിക്കവാറുമുള്ള തർക്കങ്ങൾക്കും വഴക്കുകൾക്കും കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കൂടെയുള്ളവർ, മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തിയില്ലേ, സ്നേഹമെന്നുള്ളത് വെറും വാക്കുകളിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ രൂപപ്പെടേണ്ടതാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ അൽത്താരയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്? എൻ്റെ പ്രവൃത്തികൾ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണോ? ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ കഷ്ടപ്പെടുന്നതുമെല്ലാം സ്നേഹമാണ്, പക്ഷേ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഈ പരിശുദ്ധ അൽത്താര നിന്നെ ക്ഷണിക്കുകയാണ്. യഥാർത്ഥ സ്നേഹം യേശുവിലാണ് വെളിപ്പെട്ടത്. സ്നേഹത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ജീവിത രീതികളിലുമൊക്കെ ഈ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയ ഈശോ. എൻ്റെ പ്രിയരെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഭാരപ്പെടുന്ന അനേകര് ഈ അൽത്താരയുടെ മുമ്പിലുണ്ടല്ലോ. ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവർക്ക് എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരുടെ സ്നേഹം തിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ബലം നൽകണം. ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ മേൽ വെളിപ്പെടട്ടെ. സ്നേഹത്തിന്റെ പൂർണ്ണതയായ ഈശോയെ, ഞങ്ങളിത് അങ്ങയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ, യേശുവേ, സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങോ പൂർത്തിയാക്കുമ്പോൾ, സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത്, ഈശോയെ, എൻ്റെ അനുദിന ജീവിത വഴികളിൽ നീ നൽകിയ സ്നേഹം അനുഭവിക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൃപ നൽകണമേ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ, സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു.